നമുക്ക് കേസ് കൊടുക്കണം, പക്ഷേ വക്കീലിന് വെക്കാൻ കാശില്ല. നമ്മുടെ കേസ് ജെനുവിനാണ്, നമ്മൾ പാവപ്പെട്ട ഒരാളാണ്, നമുക്ക് കേസ് കൊടുക്കാൻ കഴിയില്ല. എന്ത് ചെയ്യും? ഒരു ചോദ്യമാണല്ലേ. എന്നാൽ ഉത്തരവുണ്ട്. നമുക്ക് സൗജന്യമായിട്ട് വക്കീലിനെ കിട്ടും. ഇതെത്ര പേർക്കറിയാം? നമ്മളിൽ പല ആളുകൾക്കും അറിയില്ല. എന്നാൽ നമുക്കിന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. സൗജന്യമായൊരു വക്കീലിനെ കിട്ടിയാലോ? 39A നിർദ്ദേശക തത്വങ്ങളിൽ 42ാമത് ഭേദഗതിയിലൂടെയാണ് ഈ ഒരു സംഭവം ഭരണഘടനയിലേക്ക് എഴുതി ചേർക്കപ്പെടുന്നത്. ഫ്രീ ലീഗൽ എയ്ഡ്, സൗജന്യ നിയമസഹായം. പാവപ്പെട്ട ആളുകൾക്ക്, സമൂഹത്തിൽ മുന്നിലേക്ക് വരാൻ കഴിയാത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ ഒരു കേസ് നടത്താൻ കഴിയാത്ത ആളുകൾക്ക് സൗജന്യ നിയമസഹായം ലഭിക്കാൻ വേണ്ടിയിട്ട് 1987 പാർലമെൻറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് കൊണ്ടുവന്നു. ഈ ഒരു ആക്റ്റാണ് നമുക്ക് സൗജന്യമായിട്ട് വക്കീലിനെ നൽകുന്നത്. നമുക്ക് ഇതിനൊന്ന് വിശദമായിട്ട് നോക്കാം. ഒരു കേസുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ആവലാതിയാണ് കേസുമായി ബന്ധപ്പെട്ടുള്ള ചെലവുകൾ. ഇന്ത്യയിൽ ഒരു കേസ് നടത്തുക എന്നുള്ളത് ചെലവേറിയൊരു കാര്യമാണ്. ഇതിൽ ഏറ്റവും വലിയ ചെലവ് വരുന്നത് അഭിഭാഷകർക്കുള്ള ഫീസാണ്. നമുക്ക് സൗജന്യമായൊരു വക്കീലിനെ ലഭിക്കുമോ? അല്ലെങ്കിൽ ഈ കേസ് നടത്താൻ പണമില്ലാത്തവർ എങ്ങനെ കേസ് നടത്തും? അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു കേസ് വന്നാൽ അവരതിനെങ്ങനെ നേരിടും? ഒരു ചോദ്യമല്ലേ. അപ്പോൾ അതിനുള്ള ഉത്തരമാണ്, ഇന്ത്യയിൽ സൗജന്യമായിട്ട് അഭിഭാഷകരെ കിട്ടും. എങ്ങനെ കിട്ടും? ആർക്ക് കിട്ടും? ഇത് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ചോദ്യം ഇന്ത്യയിൽ ഒടുനീളം ഉന്നയിക്കപ്പെട്ടിരുന്നു. അതിൻ്റെ ഒരു ഉത്തരം എന്നോണമാണ് 1976 നിർദ്ദേശക തത്വത്തിലെ 39A ഉൾപ്പെടുത്തിക്കൊണ്ട് ഫ്രീ ലീഗൽ എയ്ഡ് എന്നൊരു പ്രൊവിഷൻ കൊണ്ടുവന്നത്. 1976 ഇങ്ങനൊരു പ്രൊവിഷൻ കൊണ്ടുവന്നെങ്കിലും നിർദ്ദേശക തത്വത്തിലായിരുന്നു. പിന്നീട് 1987 പാർലമെൻറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് പാസ്സാക്കി. 87 പാസ്സാക്കിയെങ്കിലും 1995 കൂടിയാണ് ഇത് പൂർണ്ണമായി നിലവിൽ വരുന്നത്. ഈ ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് 1987 പാസ്സായെങ്കിലും 95 കൂടിയാണ് പൂർണ്ണമായി നിലവിൽ വരുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതിൻ്റെ സെക്ഷൻ 3 പ്രകാരം ദേശീയ തലത്തിൽ ഒരു ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ഓർഗനൈസേഷൻ, സ്റ്റാറ്റ്യൂട്ടറി ബോഡി സ്ഥാപിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നെൽസ, നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി 1987 സ്ഥാപിക്കുന്നുണ്ട്. ഇത് പൂർണ്ണമായി ഓപ്പറേഷനിൽ വരുന്നത് 95 കൂടിയാണ്. രാജ്യത്തെ ലീഗൽ എയ്ഡിൻ്റെ ഏറ്റവും അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത് നെൽസയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. നെൽസയുടെ പ്രധാന പദ്ധതികൾ എന്തെന്ന് വെച്ചാൽ ലീഗൽ സർവീസസിന് ആവശ്യമായ പോളിസികൾ, നയങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രധാന പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രൂപീകരിച്ച പോളിസികളെ കൃത്യമായി നടപ്പാക്കുന്നുണ്ട് എന്നുള്ളത് മേൽനോട്ടം വഹിക്കുക. ലോക അദാലത്തുകൾ സംഘടിപ്പിക്കുക. ലോക അദാലത്ത് സംഘടിപ്പിക്കുന്നതിലൂടെ കേസുകൾ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഉദ്ദേശമാണ്. ലീഗൽ അവയർനെസ്സും ലീഗൽ ലിറ്ററസിയും വളർത്തുക എന്നുള്ളത്. സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് ഗൈഡ് ലൈൻസ് കൊടുക്കുക എന്നുള്ളതൊക്കെ നെൽസയുടെ ചുമതലയായിട്ട് വരും. നെൽസയാണ് സെൻട്രൽ കോർഡിനേറ്റിംഗ് അതോറിറ്റി, ഈ ലീഗൽ എയ്ഡിൻ്റെ സെൻട്രൽ കോർഡിനേറ്റിംഗ് അതോറിറ്റി എന്ന നിലയിൽ ഇന്ത്യയിലുള്ളത്. 1987 ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് സംസ്ഥാന തലങ്ങളിലും ഓരോ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയെ സ്ഥാപിക്കണമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് കേരള ലീഗൽ സർവീസസ് അതോറിറ്റി നിലവിൽ വന്നു. ഇത് ലക്ഷദ്വീപിനും കൂടിയുള്ളതാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ഇതിൻ്റെ ചെയർമാൻ. സംസ്ഥാന തലത്തിലുള്ള ലീഗൽ എയ്ഡിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്നത് കെൽസയാണ്. കെൽസയുടെ പ്രധാന ചുമതലകൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നെൽസ രൂപീകരിക്കുന്ന പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കുക, സ്റ്റേറ്റും ജില്ലാ തല ലോക അദാലത്തുകൾ സംഘടിപ്പിക്കുക, ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ഫങ്ഷൻസിന് മേൽനോട്ടം വഹിക്കുക, ലീഗൽ അവയർനെസ്സും ലീഗൽ ഔട്ട്റീച്ചും കുറച്ചും കൂടി സംസ്ഥാന തലത്തിൽ വ്യാപിപ്പിക്കുക എന്നുള്ളതും കെൽസയുടെ ഉത്തരവാദിത്തമാണ്. ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റിയെയും നാഷണൽ പോളിസികളെയും ബന്ധിപ്പിക്കുന്ന ഒരു ചാനലാണ് കെൽസ എന്ന് പറയുന്നത്. ദ ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് 1987 സെക്ഷൻ 9 പറയുന്നുണ്ട് ജില്ലാ തലത്തിൽ ഒരു ബോഡി രൂപീകരിക്കണം എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി അഥവാ DLSA എല്ലാ ജില്ലാ കോടതികളുടെ പരിധിയിലും, അതായത് ഒരു ജില്ലയിൽ രൂപീകരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന ചുമതലകൾ എന്ന് പറയുന്നത് നെൽസയും കെൽസയും ഉണ്ടാക്കുന്ന പോളിസികളും സ്കീമുകളും നടപ്പാക്കുക, ജില്ലാതല അദാലത്തുകൾ
രൂപീകരിക്കുക. കുറച്ചും കൂടിയും ആളുകളിലേക്ക് ലീഗൽ അവയർനെസ്, ലീഗൽ ലിറ്ററസി കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. ജില്ലയിലെ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജിനാണ് ഇതിൻ്റെ ചുമതലയുണ്ടാവുക. ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ചുമതലയാണ് ജില്ലക്കകത്തുള്ള കേസ് കൊടുക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്കുള്ള സഹായം നൽകുക എന്നുള്ളത്. ചിലപ്പോൾ അത് പാനൽ വക്കീലന്മാരെ ഉപയോഗിച്ചിട്ട് DLSA ആയിരിക്കും അവർക്ക് വേണ്ടിയിട്ട് കേസ് നടത്തുക. അതായത് പാനൽ വക്കീലന്മാർക്കുള്ള ഫീസും കാര്യങ്ങളും എല്ലാം DLSAയിൽ നിന്ന് പോകും. ഈ ഒരു നിയമത്തിൻ്റെ പ്രാബല്യം ആർക്ക് ലഭിക്കുമെന്നുള്ളതൊരു ചോദ്യമാണ്. എല്ലാവർക്കും ലഭിക്കുമോ? ചോദ്യത്തിൻ്റെ ഉത്തരം ഇല്ല എന്നുള്ളതാണ്. പിന്നെ ആർക്കാണ് ലഭിക്കുക? സെക്ഷൻ 12 ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് 1987 കൃത്യമായി എണ്ണി പറയുന്നുണ്ട്. വനിതകൾക്കും കുട്ടികൾക്കും ലഭിക്കും. പട്ടികജാതി പട്ടികവർഗത്തിൽ ഉൾപ്പെട്ടവർക്ക് കിട്ടും. വൈകല്യങ്ങളുള്ള വ്യക്തികൾക്ക് കിട്ടും. വ്യവസായ മേഖലയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് ലഭിക്കും. ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനും ബെഗറിനും ഇരയായിട്ടുള്ളവർക്ക് ലഭിക്കും. കസ്റ്റഡിയിലുള്ള വ്യക്തികൾക്ക് ലഭിക്കും. മാത്രമല്ല സാമ്പത്തിക സ്ഥിതി 3 ലക്ഷത്തിൻ്റെ താഴെയാണെങ്കിൽ അത് ഓരോ സംസ്ഥാനത്തിനും വ്യത്യസ്തമായിരിക്കും. കേരളത്തിൻ്റെ കണക്കനുസരിച്ച് 3 ലക്ഷമാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും 1 ലക്ഷത്തിൻ്റെ താഴെ എന്നൊക്കെ പറയുന്നവരുണ്ട്. കേരളത്തിൻ്റെ കണക്കനുസരിച്ച് 3 ലക്ഷത്തിന് താഴെ വാർഷിക വരുമാനമുള്ള ആർക്കും ഒരു അഭിഭാഷകന് ലഭിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തിനാണ് നമ്മൾ ഇങ്ങനൊരു സംവിധാനം കൊണ്ടുവരുന്നത് എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ ഫ്രീ ആൻഡ് ഫെയർ ട്രയൽ എന്നുള്ളത് ഓരോ വ്യക്തിക്കും കിട്ടേണ്ട അവകാശമാണ്. അത് പ്രതിക്കായാലും വാദിക്കായാലും ലഭിക്കും. സാധാരണഗതിയിൽ ഒരു ക്രിമിനൽ കേസിൽ ഒരു പ്രതിക്ക് സ്വയം അഭിഭാഷകനെ വെക്കേണ്ടതുണ്ട്. വാദിക്കുകയാണെങ്കിൽ പ്രോസിക്യൂഷൻ, സർക്കാരിൻ്റെ വക്കീലുണ്ടാവും. ഇനി പ്രതിക്ക് ഒരു വക്കീലിനെ വെക്കാൻ സ്ഥിതിയില്ലാത്ത വ്യക്തിയാണെങ്കിൽ സർക്കാർ തന്നെ വക്കീലിനെ വെച്ചു കൊടുക്കും. കേൾക്കുമ്പോൾ നമുക്കൊരു വൈരുദ്ധ്യം തോന്നുമെങ്കിലും നമ്മുടെ നാട്ടിലെ ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ ഒരു ഭംഗിയാണ് അത്. എല്ലാവരുടെയും വാദം കേൾക്കണമെന്നുള്ളത്. എന്തിനേറെ പറയുന്നു, അജ്മൽ കസബിന് പോലും സൗജന്യമായി വക്കീലിനെ വെച്ചു കൊടുത്തൊരു നാടാണ് നമ്മുടേത്. അതാണ് നമ്മുടെ ജുഡീഷ്യറിയുടെ മഹത്വം.